ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ഓൾ? ഞാനും ഫാമിലിയോട് അൽഹംദുലില്ലാ ഫൈനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ. കിയൻ മമ്മ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പം കിയൻ മമ്മ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇങ്ങനെ എണ്ണി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അതായപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ക്രിസ്പി പൊട്ടാറ്റോ സ്റ്റിക്സ്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പ്രൊസീജിയേഴ്സ് എന്താണെന്നും നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ആദ്യം പൊട്ടാറ്റോ നല്ല കഴുകി ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ഉപ്പിട്ടിട്ട് പൊട്ടാറ്റോ കുഞ്ഞിതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വേവിക്കാൻ വെക്കുക. അതിനുശേഷം ഒരു ചെറിയ വെല്ലുള്ളിൻ്റെ ഹാഫ് പീസ് എടുത്താൽ മതി. ഇതുപോലെ കുഞ്ഞിതായിട്ട് നരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക് ഇതേപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് അതും സൈഡിലേക്ക് വെക്കുക. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില കുഞ്ഞിതായിട്ട് അതും ചോപ്പ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് വെക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ കുറച്ച് ചൂടുണ്ടായപ്പോൾ ആദ്യം സ്പൂൺ വെച്ചൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ കൈ കൊണ്ട് നന്നായി മാഷ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. പൊട്ടാറ്റോ നന്നായി കുക്ക് ചെയ്തെടുക്കണം. എന്നാലും നമുക്ക് തരിയില്ലാതെ ഇതുപോലെ മാഷ് ചെയ്ത് കിട്ടുള്ളൂ. തരിയില്ലാതെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വെല്ലുള്ളിൻ്റെ ഹാഫ് വെല്ലുള്ളി അതിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ആവശ്യം നോക്കിയിട്ട് ഇട്ടോളൂ. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കാം. ഈ കുഴച്ച് വെച്ച പൊട്ടാറ്റോന്ന് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. കുഴച്ചിട്ടിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുഴച്ച് വെച്ച പൊട്ടാറ്റോ എടുത്ത് ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡോ അതിൽ പരന്ന സർഫസിലോ ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പൊട്ടാറ്റോ സ്റ്റിക്സ് ആയി കിട്ടും. ഇതുപോലെ കുഞ്ഞി ബോൾസ് എടുക്കുക. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ബോളാക്കി ജസ്റ്റ് അതിലേക്കൊന്നും ഇങ്ങനെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിക്കായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റിക്സ് ഒക്കെ റെഡി ആയിച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഫ്രൈയിങ് പാൻ എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവണം വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായോ ഞാൻ അതിൻ്റെ തന്നെ കുറച്ചൊരു പീസ് ഇട്ടിട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിരുന്നു. അതിലേക്ക് അതുപോലെ ഓരോ സ്റ്റിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ ഓൾറെഡി നല്ലോണം കുക്കായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. കൂടുതൽ നേരമുള്ള കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡായി ജസ്റ്റ് ഫ്രൈ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. കരിഞ്ഞു പോകാണ്ടൊന്ന് സൂക്ഷിക്കണം. അപ്പം നമ്മൾ പൊട്ടാറ്റോ സ്റ്റിക്സ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഞാനൊരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഒരു ടിഷ്യൂ ഇട്ട് അതിലേക്കായിരുന്നു ഇതിട്ടിട്ടുണ്ടായിരുന്നത്. എക്സസ് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിഷ്യൂ വലിച്ചെടുത്തോളൂ. ഇതുപോലെ 2 ബാച്ച് ഉണ്ടായിരുന്നു പൊരിച്ചെടുക്കാൻ വേണ്ടി. അതും കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ക്രിസ്പി പൊട്ടാറ്റോ സ്റ്റിക്സ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. 4 മണിക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എപ്പോഴും ഒരേപോലെ സ്നാക്സ് കഴിക്കാൻ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പൊട്ടാറ്റോൻ്റെ കൂടെ തന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും വേവിച്ചെടുത്തതുപോലെ പൊട്ടാറ്റോൻ്റെ മിക്സ് ചെയ്താൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.